ഹലോ മൈ ഡിയേഴ്സ്, കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുന്നത്. അതുപോലെ റെസനേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പങ്കാളി നിങ്ങളെ ഏതൊരു തരത്തിലും മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളോടൊപ്പം ആ വ്യക്തി ഇപ്പോൾ അകന്നു നിൽക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ടിപ്പോൾ ഒരു കോണ്ടാക്റ്റ് ഇല്ല. എന്ത് കാരണത്താലാണ് ആ വ്യക്തി നിങ്ങളെ വിട്ടു പോയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു സാഹചര്യത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. എന്തെങ്കിലും ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളെ ഒരുപാട് കുറ്റപ്പെടുത്തി, നിങ്ങളെ ഒരുപാട് കരിവാരി തേക്കുമെന്ന് പറയുന്നത് പോലെയൊക്കെ തേച്ചിട്ട് പോയ ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള ഒരു സംസാരമൊക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് അവരിനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ് ആ വ്യക്തി പോയിട്ടുള്ളതെന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. പക്ഷേ നിങ്ങളുടെ ആത്മാർത്ഥതയൊന്നും നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അവർക്ക് കൊടുത്ത ആത്മാർത്ഥത നിങ്ങൾക്കതിൽ ഒരു കുറ്റബോധം നിങ്ങൾക്ക് തോന്നി തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു വ്യക്തിക്കാണ് ഞാനത് കൊടുത്തിരുന്നു എങ്കിൽ ഇന്ന് ഒരാശ്വാസം നിങ്ങൾക്ക് കിട്ടിയേനെ എന്ന് പല സമയത്തും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. നിങ്ങളെ ഒരുപാട് രീതിയിൽ മാനസികമായി ബുദ്ധിമുട്ടിച്ച് ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ ആ വ്യക്തിയെ ഇവിടെ കാണാൻ കഴിയുന്നത്. എന്നിരുന്നാലും നിങ്ങൾക്ക് ആ വ്യക്തിയെ മറക്കാനും ആ വ്യക്തിയെ വെറുക്കാനോ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തോ ഒരു കാരണത്താൽ നിങ്ങൾക്കതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴൊക്കെ നിങ്ങൾക്കതിന് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും ട്രാജഡികൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തി നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പാട് നിങ്ങൾക്ക് സഹിക്കേണ്ടി വന്നു ആ വ്യക്തിക്ക് വേണ്ടി. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ വ്യക്തി കൊണ്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് നിങ്ങളുടെ ലൈഫുമായിട്ട് ആ വ്യക്തിക്ക് ചേർന്ന് പോകാൻ പറ്റിയ ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. പക്ഷേ എന്തോ നിങ്ങൾക്ക് ആ വ്യക്തി ഇല്ലാത്തപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ആത്മഹത്യ വരെ ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടുള്ള വ്യക്തികളുണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ്. ഇപ്പോൾ എന്തിനാ ദൈവമേ ഇങ്ങനൊരു ജീവിതം തന്നു, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ എനിക്ക് എന്തിനാ ഉണ്ടായെന്നൊക്കെ നിങ്ങൾ ദൈവത്തോട് പലരും ചോദിച്ചിട്ടുണ്ടെന്നുള്ളൊരു സാഹചര്യം ഇവിടെ പറയുന്നുണ്ട്. എന്തിനാ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയതെന്നൊക്കെ നിങ്ങൾ അങ്ങനെ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു പല പ്രാവശ്യവും. പക്ഷേ ചിലപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടായത് നിങ്ങളുടെ നല്ലതിന് വേണ്ടി ആയിരിക്കുമെന്ന് നിങ്ങൾ ഓർക്കുക. ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടായിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇത് നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയെ മറക്കാനും മാറ്റി നിർത്താനൊന്നും നിങ്ങൾക്കാണ് കഴിയാത്തത്. അവർക്കതിലൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. വീണ്ടും നിങ്ങൾ വന്നാൽ സ്വീകരിക്കുന്ന വ്യക്തികളുമുണ്ട്, അല്ലാതെ ഒരുപാട് അവരെ വെറുത്ത വ്യക്തികളും ഉണ്ടെന്ന് പറയുന്നുണ്ട്. പലപ്പോഴും അവരുടെ നഷ്ടപ്പെടൽ നിങ്ങൾക്ക് ചില ഏകാന്തതകൾ ചിലരുടെ ലൈഫിലൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എന്ത് കാരണത്താലാണെങ്കിലും എന്തുകൊണ്ടോ നിങ്ങൾക്ക് ആ വ്യക്തിയെ അത്രമാത്രം നിങ്ങൾ സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ വ്യക്തിക്ക് അത്രമാത്രം സ്നേഹം നിങ്ങളോടുണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വയം പരിശോധിക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്തിനും കുറ്റപ്പെടുത്തുന്ന ഒരു പ്രകൃതമാണ്. നിങ്ങളുമായിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് അംഗീകരിച്ച് തരാനോ ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് പിന്നീട് ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ചില ചോദ്യം ചെയ്യലുകൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ചില സമയത്ത് നിങ്ങൾക്ക് തോന്നും ആ വ്യക്തിക്ക് ഭയങ്കരമായ സ്നേഹമുണ്ടായിരുന്നു എന്നുള്ളത്. എന്നാൽ നിങ്ങളുടെ ഒരു ആഗ്രഹം നടത്തി തരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തെക്കുറിച്ച് ചോദിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും ആ വ്യക്തി സമയം കണ്ടെത്തിയിരുന്നില്ല എന്ന് തന്നെ പറയാം. അപ്പം നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനും ആ വ്യക്തി തടസ്സം ആദ്യം നിന്നിരുന്നില്ല, പിന്നീട് വലിയ തടസ്സങ്ങളൊക്കെ നിന്നിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതിൽ ഒരു ഇതും കാണിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇഷ്ടമായിരുന്നു എന്നാണ് പറയുന്നത്.
ആ വ്യക്തിയെക്കുറിച്ച് ദിവസവും ഓർത്ത് വേദനിക്കുന്ന നിമിഷങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, നിങ്ങളെ ശാരീരികമായിട്ട് നിങ്ങൾക്ക് ഇഷ്യൂസ് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ആദ്യം പ്രണയിച്ചത് അങ്ങനെയൊക്കെ ആവാം ഒരു പക്ഷേ എന്ന് പറയുന്നു. അപ്പോൾ ഒരു പക്ഷേ അതായിരിക്കും ആ വ്യക്തി എന്ന് പറയുന്നു. നിങ്ങൾ കണ്ണുമടച്ച് നിങ്ങൾ വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ചിലരുടെയെങ്കിലും ആദ്യത്തെ പ്രണയമായതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് റിക്കവറായി വരാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അഗാധമായ പ്രണയം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പോൾ അതുപോലെ ആ വ്യക്തിയെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ച് സ്നേഹിച്ചതിൻ്റെ ഇതുകൊണ്ടാണ് നിങ്ങൾക്കിത് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഒരുപാട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കഴിഞ്ഞത്. നമ്മളിപ്പോൾ ഒരാളിനെ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും സ്നേഹിക്കുമ്പോഴാണ് അവരുടെ വാക്കുകൾ അല്ലെങ്കിൽ അവരിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തികൾ ഒരുപാട് കൂടുതൽ വേദനിപ്പിക്കണമെങ്കിൽ അവർക്ക് അത്രയും നമ്മുടെ ലൈഫിൽ സ്വാധീനം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ നിങ്ങളെ പുറകെ നടന്നു അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നല്ലൊരു സ്നേഹബന്ധം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നിങ്ങളെ ചതിക്കുന്ന ഒരു രീതിയിലേക്കാണ് വന്നിട്ടുള്ളതെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയത് വളരെ തിക്തമായ അനുഭവങ്ങളാണല്ലോ, പല സമയത്തും നിങ്ങൾക്ക് പൊറുക്കാൻ പറ്റാത്ത രീതിയിലാണ് ആ വ്യക്തി നിങ്ങളോട് പെരുമാറിയിരുന്നതെന്ന് പറയുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒന്നും തുറന്നു പറയുന്ന പ്രകൃതമല്ല, അവസരത്തിനൊത്ത കള്ളങ്ങൾ പറയാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. ഒന്നും ഒരു ജെനുവിനിറ്റി നിങ്ങൾക്ക് തോന്നിയിട്ടില്ലായിരുന്നു. പിന്നീട് ആ വ്യക്തി എല്ലാത്തിനും ഒരു റൈറ്റ് ആണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പിന്നീട് ബുദ്ധിമുട്ടായി തോന്നി. ആദ്യമൊക്കെ നല്ല റൈറ്റായിട്ട് നിങ്ങൾക്ക് തോന്നിയ വ്യക്തിയാണ്, പക്ഷേ പോകെ പോകെ നിങ്ങൾക്കതിൽ നിന്നും മാറ്റമുണ്ടായി എന്ന് പറയുന്നു. ആ വ്യക്തിയുടെ സ്വഭാവത്തിന് നിങ്ങളെയും വച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയായിട്ടല്ല നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അതുപോലെ ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ നിങ്ങളെ അടിച്ചേൽപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ ഒരു യാത്ര പോകുന്നതാവട്ടെ അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കുന്നതൊക്കെ ആവട്ടെ, അവരുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഇഷ്ടം ചോദിച്ചാലും അവരുടെ ഇഷ്ടത്തിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നതിനോട് വ്യക്തി താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ആ വ്യക്തിയുടെ താല്പര്യങ്ങൾക്കാണ് കൂടുതൽ മുൻഗണന കൊടുത്തിട്ടുള്ളതിൽ അവരുടെ ഇഷ്ടങ്ങൾക്കാണ് മുൻഗണന എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നതിൽ നിങ്ങൾക്ക് വാല്യൂ എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ലാത്ത രീതിയിലായിരുന്നു അവരുടെ യാത്രയെന്ന് പറയുന്നത്. ഇത്രയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അവരെ വീണ്ടും മനസ്സിൽ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും പുറമേ വെറുപ്പുണ്ടാകാം, പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ഉള്ളിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നു. എവിടെയൊക്കെയോ നിങ്ങൾക്ക് ആ ഒരു സ്നേഹം ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ആ വ്യക്തിയെ അങ്ങനെ മനസ്സുകൊണ്ട് മറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ എന്തു തന്നെ ആയാലും നിങ്ങളുടെ മനസ്സ് ദൈവം അറിഞ്ഞതുപോലെയാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ തിക്ത അനുഭവങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിൽ നിന്നും പിന്മാറിപ്പോയപ്പോൾ തന്നെ അവരെ ശരിക്കും ജീവിതം എന്താണെന്ന് ഇപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൻ്റെ വില അവരറിയുന്നുണ്ടെന്ന് പറയുന്നു. അവർ നല്ലവണ്ണം അത് മനസ്സിലാക്കുന്നുണ്ട്. അവരിപ്പോൾ നിങ്ങളെ മനസ്സിലാക്കി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് കാണിച്ച വിദ്വേഷവും വെറുപ്പും മാത്രമല്ല, നിങ്ങളോട് കാണിച്ച ക്രൂരതകളൊക്കെ ഇപ്പോൾ അവർ ശരിക്കും മനസ്സിലാക്കി. ഇപ്പോൾ അവർക്ക് പശ്ചാത്താപം ഉണ്ടെന്നുള്ളതാണ്. അവരിപ്പോൾ ആ ഒരുപാട് കഠിനമായ വേദനയിൽ കൂടെ കടന്നു പോകുന്നു. അതുപോലെ അവരുടെ ലൈഫിലുണ്ടായിരുന്ന സന്തോഷകരമായ നാളുകൾ മാറിയിരിക്കുന്നു. അവരുടെ കരിയറിനെ സംബന്ധിച്ചായാലും അവർക്ക് കഠിനമായി അധ്വാനിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. വളരെ മോശമായ ഒരവസ്ഥയിലാണ് അവർ പോകുന്നതെന്ന് പറഞ്ഞു. ഒരുപാട് ഭാരം ചുമക്കുന്ന വ്യക്തിയെപ്പോലെ എല്ലാ അർത്ഥത്തിലും അങ്ങനെയെന്ന് പറയുന്നു. അവരിപ്പോൾ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കടന്നു പോകുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അവർ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് ക്രൂരതകൾ നിങ്ങളോട് കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്. അതിനുള്ള ഫലം അവർ അനുഭവിക്കുന്നുണ്ട്. അവർ നല്ല രീതിയിൽ ഇപ്പോൾ കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ കരിയറിലായാലും അവരുടെ ആരോഗ്യപരമായിട്ട് ഒരു വളരെ മോശമായ ഒരവസ്ഥയിൽ അവർ കടന്നു പോകുന്നു എന്നാണ് പറയുന്നത്. അത് നിങ്ങളോട് ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ടായിരിക്കും അവർക്ക് ഇങ്ങനൊരു പ്രശ്നം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതെന്ന് പറയുന്നു. അപ്പോൾ ദൈവത്തോടുള്ള നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം ഒരു പക്ഷേ അവർക്ക് അനുഭവങ്ങൾ കിട്ടിത്തുടങ്ങിയത്. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു വ്യക്തിയായിരുന്നു എന്നുള്ളത് ഇപ്പോഴവർക്ക് മനസ്സിലായി തുടങ്ങി. അത് നിങ്ങൾക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയൊരു യോഗ്യത നിങ്ങൾക്ക് കാണാമെന്നാണ് പറയുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളെ കിട്ടാനുള്ള യോഗ്യത ഇല്ലാത്തത് കൊണ്ടും ആയിരിക്കാം ഒരു പക്ഷേ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോയതെന്ന് പറയുന്നു. അപ്പം നിങ്ങൾ നല്ലൊരു വ്യക്തി ആയതുകൊണ്ടായിരിക്കും ദൈവം നിങ്ങളിൽ നിന്നും ആ വ്യക്തിയെ മാറ്റി നിർത്തിയിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളൊരു എടുത്തുചാട്ടവും നിങ്ങൾ കാണിച്ചൊരു തീരുമാനം എടുക്കരുതെന്നാണ് പറഞ്ഞത്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആദ്യം പറ്റിയ തെറ്റ് നിങ്ങൾക്കിനി ഉണ്ടാവരുതെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളെക്കാളും വലിയ
കൊമ്പത്തിരിക്കുന്ന ഒരു രീതിയിലായിരുന്നു ആ വ്യക്തി. അപ്പോൾ നിങ്ങളെക്കാളും കൊമ്പത്താണെന്നുള്ളൊരു ഭാവം ആ വ്യക്തിക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നിങ്ങളെക്കാളും മുൻപിൽ ഉള്ള ഒരു വ്യക്തിയെ അവർ നിങ്ങളെ വില കുറച്ച് കാണുകയും അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ അങ്ങനെ നോക്കി പോവുകയും ചെയ്തു. പക്ഷേ ഫലം എല്ലാം തിക്താനുഭവങ്ങളായിരുന്നു കിട്ടിയത്. കർമ്മത്തിൻ്റെ ഫലം എപ്പോഴായാലും അനുഭവിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ അവർക്കത് കിട്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുമെന്നും പറയുന്നുണ്ട്. എല്ലാ തെറ്റുകൾക്കും ഒരു തിരിച്ചടി ഈശ്വരൻ ചോദിച്ചു അവർ വാങ്ങിച്ചതുപോലെയാണെന്നുള്ളതാണ്. മറ്റൊരു വ്യക്തികളോടൊപ്പമാണ് എങ്കിൽ പോലും അവരൊന്ന് ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ്. അവരൊരു ചെറിയ ഡിപ്രഷനിലൊക്കെ പോലെയാണ് അവരെ കാണുന്നത്. അതുപോലെ തന്നെ എല്ലാം സ്വയം കടിച്ചമർത്തി പോകേണ്ട ഒരു സാഹചര്യമാണ്. ആരോടും ഒന്നും പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് അവർ പോകുന്നതെന്ന് പറയുന്നു. അതുപോലെ നിങ്ങളടുത്ത് വരണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവരിന്ന് ലജ്ജിക്കുന്നുണ്ട്. അവർ തലകുനിഞ്ഞ അവസ്ഥയാണ് നിങ്ങളുടെ മുന്നിൽ. കാരണം അത്രയും വലിയൊരു സാഹചര്യത്തിലാണ് അവരിപ്പോൾ ഉള്ളത്. പക്ഷേ നിങ്ങളൊരിക്കലും അവരെ മനസ്സിലാക്കി ഇനി അവരെ അടുപ്പിക്കില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ടറിയാം. അങ്ങനെ നിങ്ങളോട് ഇത്രയും ക്രൂരത ചെയ്തതിൻ്റെ ഫലമാണ് അവരിപ്പോൾ അനുഭവിക്കുന്നതെന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നു. പക്ഷെ അവരുടെ കരിയറിനും വളരെ മോശമായ ഒരു അനുഭവം അവർക്ക് കരിയറിലും കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും അവർ വളരെയധികം ഡൗൺ ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന സമയത്ത് അവർക്ക് നല്ലൊരു ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ ഇന്ന് അവർക്ക് പോയി തുടങ്ങിയെന്നുള്ളതാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ച് നിങ്ങളുടെ കരിയറിലുള്ളവരൊക്കെ ആണെങ്കിൽ അവരിപ്പോൾ കുറച്ച് ഡൗണിലായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കാശ് നിൽക്കാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ അതിനെല്ലാം നല്ല മാറ്റം ഉണ്ടാവുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് വരുന്നുണ്ടെന്ന് പറയുന്നു. അതുപോലെ ആരോഗ്യപരമായിട്ട് നിങ്ങൾ കുറച്ച് പേരൊക്കെ ഡൗൺ ആയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ ആ അനുഭവമൊക്കെ നിങ്ങൾക്ക് മാറും. നിങ്ങൾ നല്ല രീതിയിൽ തിരിച്ചു കയറി വരും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവാനുള്ള സാധ്യത ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ടതുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയറായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നടക്കാനുള്ളൊരു സാധ്യത ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതാത് സമയത്ത് കിട്ടേണ്ട ഫലം നിങ്ങൾക്ക് ദൈവം കൊണ്ട് തരുമെന്നാണ് പറയുന്നത്. ഏത് സമയത്താണ് നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് ദൈവം അറിഞ്ഞു തരുന്നത് പോലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുള്ളതെന്ന് പറയുന്നത്. കാരണം അതുകൊണ്ടാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഏതൊരു ഭയവും വേണ്ട എന്നുള്ളതാണ്. നിങ്ങൾ ആത്മാർത്ഥതയും സത്യസന്ധതയാണ് കാണിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ആ വ്യക്തിയുടെ തനി സ്വഭാവം നമ്മൾ അറിയുമെന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞതെന്ന് മനസ്സിലാക്കുക. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് നിങ്ങൾ എടുക്കാനാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കില്ലേ. അപ്പം പിന്നെ അവരെ മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യം കിട്ടി. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി പോകാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ദൈവം തന്നു എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ദൈവത്തെ നിങ്ങൾ കൂടുതൽ കുറ്റപ്പെടുത്തേണ്ട അവസ്ഥയിലൊന്നും പോകേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ കരിയർ നോക്കി നിങ്ങളുടെ ലൈഫ് നോക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് നല്ലതുണ്ടാവുമെന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.